എന്തായി സർ? ആ അപകടം എത്രയും വേഗം ഇല്ലാതാക്കുന്നതാണ് നല്ലത്. വേണുഗോപാലിന്റെ മൃതശരീരം കരയ്ക്കടിഞ്ഞത് തന്നെ ഒരു ദുസ്സൂചനയാണ്. കുട്ടിയെ ഏതെങ്കിലും വഴിയിലൂടെ തട്ടിയെടുക്കുക, എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുക. കഴിയുന്നില്ല എങ്കിൽ എന്നതാണേ വീട്ടിൽ പോറായില്ലേ? നീ വന്നിട്ട് പോകാന്ന് വിചാരിച്ചു. എവിടെയായിരുന്നു? ഒന്നും പറയണ്ട, വേണുഗോപാലിനെ ആരോ തട്ടി. പെണ്ണ് പ്രശ്നമായിരിക്കണം. ഏത് വേണുഗോപാൽ? നീ അറിയും, നീയുമായിട്ട് പണ്ട് ടെന്നീസ് കളിച്ച് നടന്നിട്ടുള്ള പാർട്ടിയാ. ഇപ്പോഴാ ഗ്ലാസ് ഫാക്ടറിയുടെ ജനറൽ മാനേജർ ആയിരുന്നു. ഇതേതാ കൊച്ച്? ഒരു സമ്മാനം. സമ്മാനമോ? ആരാടാ ഈ കുട്ടി? ആ, വീട്ടിൽ നിന്നും ഇറങ്ങി പോന്നതാ. ആരാന്നറിയില്ല. നല്ല പനിയുണ്ടെന്ന് തോന്നുന്നു. ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. അതിന് നീ എന്തിനാ കൊണ്ടു നടക്കുന്നത്? ഒരു രസം. നീ ചുമ്മാ ആവശ്യമില്ലാത്ത ഏടാവണമെന്ന് വലിച്ച് തലയിൽ വെക്കരുത്, പറഞ്ഞേക്കാം. കിട്ടു, കിട്ടു, കിട്ടു. മോനെ, നിനക്ക് ചെവി കേൾക്കില്ലടാ പൊന്നുമോനെ. ഈ കുട്ടി നിങ്ങളുടെ ആരാ? എന്റെ ആരുമല്ല. എനിക്ക് ഈ കുട്ടിയെ വഴി കിടന്ന് കിട്ടിയതാ. അവന് വേണ്ടപ്പെട്ടവരാരൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ചോണ്ടിരിക്കുക ഞാൻ. എന്നിട്ട് വല്ലവരെയും കണ്ടെത്തിയോ? ഇല്ല. പേപ്പറിൽ ഒരു പരസ്യം കൊടുത്താലോ എന്ന് ആലോചിക്കുക. വലിയ പ്രയോജനമൊന്നും ഉണ്ടാവാൻ തോന്നുന്നില്ല. അവന്റെ അച്ഛനും അമ്മയും അവനെ വഴിയിൽ ഉപേക്ഷിച്ചതാവാനാവും സാധ്യത. ആ കുട്ടിക്ക് ജന്മനാ ചെവി കേൾക്കില്ല. അതുകൊണ്ട് തന്നെ അവന് വർത്തമാനം പറയാനും പറ്റില്ല. മൂകനും ബദരനുമാണ് അവൻ. ഡഫ് ആൻഡ് ഡം. ജന്മനാ ഉള്ളതായതുകൊണ്ട് ഇതിനൊരു ട്രീറ്റ്മെന്റും ഇല്ല. അങ്ങനെയുള്ള കുട്ടിയെ മെനക്കെട്ട് പോറ്റണ്ടെന്ന് രക്ഷിതാക്കൾ വിചാരിച്ചിരിക്കും. അവനെ രക്ഷിക്കാൻ ഒരു മാർഗമില്ലേ ഡോക്ടർ? എന്ത് മാർഗം? മദ്രാസിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ കൊണ്ട് ചേർത്താൽ കുറെ വർഷങ്ങൾ കൊണ്ട് അവൻ സംസാരിക്കാനാവും. അവര് നന്നായിട്ട് ട്രെയിനിങ് കൊടുക്കും. നമ്മൾ അവനോട് സംസാരിക്കുന്നത് അവന് കേൾക്കില്ല. പക്ഷേ നമ്മുടെ ചുണ്ടിന്റെ ചലനം നോക്കി നമ്മൾ എന്താണ് പറയുന്നത് മനസ്സിലാക്കിയിട്ട് അവന് മറുപടി പറയാൻ പറ്റും. അതിന് ഒരുപാട് വർഷങ്ങൾ പിടിക്കും. ഒരുപാട് പണച്ചെലവും ആവും. കൊണ്ടുപോയാൽ കൊള്ളാം. ഇല്ലെങ്കിൽ ഇവൻ വളർന്നു വരുമ്പോൾ സാധാരണ പൊട്ടന്മാരെ പോലെ കൈയൊക്കെ പൊക്കി ആംഗ്യ ഭാഷയിലൂടെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ചുണ്ടിന്റെ ചലനത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ട്രീറ്റ്മെന്റ്.
എന്നാത്തിനാ നീ കരഞ്ഞേ? നിന്നെ വേണ്ടാത്തവിടെ കളിപ്പാട്ടം നിനക്കും വേണ്ട. മോനെ ഞാൻ വാങ്ങിത്തരാം. ഒരുപാട് ഒരുപാട് ഒത്തിരി ഒത്തിരി. വാ. അനങ്ങാതിരുന്നു. എനിക്ക് കുറെ ടോയ്സ് വേണം. എന്തുവരുമാണ് സാർ? അങ്ങനെ പ്രത്യേകിച്ച് തരംതിരൊന്നുമില്ല. ഒരു കുട്ടി കളിക്കാൻ എന്തൊക്കെ വേണോ അതല്ല. ആ. ആ. മടിക്കണ്ട. ഇനിയും വേണോ? നിങ്ങളുടെ കുട്ടിയാ? അതെ. ആ, നിങ്ങളുടെ കുട്ടിയല്ലേ? എന്താന്നറിയില്ല, എന്റെ അടുത്ത് വന്ന് ഏതോ മുജ്ജന്മ പരിചയം പോലെ കയ്യെ പിടിക്കുന്നോ സാരിയെ പിടിക്കുന്നോ വല്ലാത്ത സ്നേഹപ്രകടനം. ചോദിച്ചാലൊന്നും പറയില്ല, പക്ഷെ ചോക്ലേറ്റ്സ് എത്ര കൊടുത്താലും വാങ്ങിച്ചോളൂ. എന്താ പേര്? പേരെന്തുവാ? കിട്ടും. ഹായ്, ബ്യൂട്ടിഫുൾ നെയിം. പപ്പരുത്. എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കാണും, അതായി പരിചയം. ഏതായാലും കിട്ടു എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കിട്ടു, പപ്പയും മമ്മിയും കുട്ടി ഒരിക്കൽ വീട്ടിൽ വരണം. ഇതാ, ഇതെന്റെ അച്ഛന്റെ വിസിറ്റിംഗ് കാർഡ്. എന്റെ പേര് നീത. ഫോൺ നമ്പർ ഇതിലുണ്ട്. വൈഫിനെയും കുട്ടി തീർച്ചയായും വീട്ടിൽ വരണേ. കിട്ടു, എന്നാ പോട്ടെ. കിട്ടു, വരാതിരിക്കരുത്. ചോക്ലേറ്റ്സ് തരാം, ഒത്തിരി, ഒരുപാട് ഒത്തിരി. പോട്ടെ. ഏതാടാ ഈ മുജ്ജന്മ പരിചയം?